എന്നോട് പറയാതെ അവരത് ചെയ്തത് തെറ്റ് തന്നെയാണെന്ന് ബാലൻ പറയണം കേട്ടോ. അപ്പോൾ ഗോമതി പറയുന്നുണ്ട്, ശരി, തെറ്റ് തന്നെയാണ്. അത് പറഞ്ഞിട്ട് ബാലേട്ടൻ ചെയ്തത് ശരിയാണെന്ന് ന്യായീകരിക്കാൻ പറ്റില്ല. ചുറ്റും നിൽക്കുന്ന ആൾക്കാരെയൊക്കെ എന്ത് വേണിച്ച് പറയുക, എന്ത് വേണിച്ച് ചെയ്യുക, മിത്രയെ ജോലിക്ക് വിടാൻ അനുവദിക്കാതിരിക്കുക, ഇതൊക്കെ ബാലേട്ടൻ ചെയ്യുന്നത് ശരിയാണെന്ന് ബാലേട്ടന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബാലിന് മറുപടി ഇല്ലാതെ ബാലൻ ഇങ്ങനെ തല കുനിച്ച് നിൽക്കുക കേട്ടോ. ഇതൊക്കെ വലിയ തെറ്റ് തന്നെയാണ് ബാലേട്ടാ, വലിയ തെറ്റാണ്, പറഞ്ഞില്ലെന്ന് വേണ്ടാന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് ഗോമതി റൂമിൽ നിന്ന് ഇറങ്ങിപ്പോവാണ് കേട്ടോ. ഇത് കണ്ടിട്ട് എന്ത് ചെയ്യണം, ചെയ്തത് തെറ്റായോ ശരിയാണോ, എന്തപ്പോൾ ഞാൻ പറഞ്ഞത് ആർക്കെങ്കിലും ഇഷ്ടമല്ലാതെ ചെയ്യോ എന്നൊക്കെ ഉള്ളൊരു ചിന്തയിലാണ് ബാലൻ നിൽക്കുന്നത്. ബാലൻ രണ്ട് കൈയിലും ഇടുപ്പിൽ രണ്ട് കൈയും കുത്തിയിട്ട് ഇങ്ങനെ ഗോമതി പോണത് നോക്കി നിൽക്കുകയാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ മിത്രേനെയാണ് കേട്ടോ. മിത്ര പാവം റൂമിലിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൾ നല്ല കരച്ചിലാണ്. ആ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടേക്ക് ആര്യം കയറി വരിക കേട്ടോ. ആര്യനിത് കണ്ടതോടെ ആര്യം നല്ല വിഷമാവുന്നുണ്ട്. ആരും വേഗം വന്നിട്ട് കഥ അടച്ചിട്ട് മിത്രയുടെ അടുത്ത് വന്നിരിക്കുന്നുണ്ട് കേട്ടോ. മിത്ര കരച്ചിൽ നിർത്തുന്നില്ല കേട്ടോ. ആര്യനെ കണ്ടപ്പോൾ മിത്ര കൂടുതൽ കരയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആര്യം മെല്ലെ മിത്രയുടെ കൈ രണ്ടും ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് അങ്ങനെ ആശ്വസിപ്പിക്കുന്ന പോലെ കുറച്ച് നേരം ഇങ്ങനെ നിന്നുട്ടോ അവളുടെ മുഖത്ത് നോക്കിയിട്ട്. അപ്പോൾ അവൾ കരച്ചിലൊന്ന് നിർത്തി. അപ്പോൾ ആര്യം കുറച്ച് വെള്ളം എടുത്തിട്ട് അവൾ കുടിക്കാൻ കൊടുത്തു. ആ കുടിക്കൽ കഴിഞ്ഞിട്ട് മിത്ര എണീച്ച് നിന്നിട്ട് പറഞ്ഞു ആര്യനോട്, ഞാൻ വിചാരിച്ചത് ഇവിടെ ട്യൂഷൻ എടുക്കണ്ടെന്നാണ് അങ്കിൾ പറഞ്ഞത്, ട്യൂഷനേ എടുക്കണ്ടെന്നാണ് അങ്കിൾ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. പിന്നെ അങ്കിളിനോട് മറച്ചു വയ്ക്കാൻ മാത്രം ഒന്നും ഉണ്ടായിരുന്നില്ല. അന്നത്തെ പോലെ ട്യൂഷൻ്റെ കാര്യം അങ്കിൾ അറിഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയ പോലെ ഈ ഹോം ട്യൂഷൻ്റെ കാര്യം അറിഞ്ഞിട്ട് അത് പൊളിഞ്ഞു പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം പറയാണ്ടിരുന്നത്. സന്ദർഭവും സമയം നോക്കിയിട്ട് അങ്കിളിനോട് പറയാൻ തന്നെ ഞാൻ ഇരുന്നിരുന്നത് എന്നൊക്കെ പറയാനുണ്ട് ആര്യനോട്. അതാ ഇപ്പോൾ കുഴപ്പമായത്. ഞാൻ കാരണം മീനു ചേച്ചിക്കും അപ്പച്ചിക്കും ഒക്കെ പ്രശ്നമായി. വെറുതെ അങ്കിളുടെ വായിലിരിക്കുന്നതൊക്കെ കേൾക്കേണ്ട ആവശ്യമായിരുന്നു. വെറുതെ അങ്കിളുടെ വായിലിരിക്കുന്നതൊക്കെ കേട്ടു എന്നൊക്കെ പറയാൻ കേട്ടോ മിത്ര. ഞാൻ അങ്കിളിനെ കുറ്റം പറയില്ല, അങ്കിൾ നല്ല ആളാണ്. ഈ വീട്ടിലുള്ള എല്ലാവരോടും അങ്കിളിന് നല്ല സ്നേഹമാണ്. പക്ഷെ മറ്റുള്ളവരുടെ മനസ്സിലും കൂടി എന്താണെന്നും കൂടി അറിയാനുള്ള ഒന്നും അങ്കിൾ ശ്രമിക്കുന്നില്ല. അതറിയാതെ എല്ലാവരും ഇങ്ങനെ കുറ്റപ്പെടുത്തുക മാത്രമേ അങ്കിൾ ചെയ്യുന്നുള്ളൂ. ഞാൻ കാരണം ഇപ്പോൾ എല്ലാവരും എന്തോ തെറ്റ് ചെയ്ത പോലെ അങ്കിളുടെ വായിലിരിക്കുന്നതൊക്കെ കേൾക്കേണ്ടി വന്നില്ലേ, എല്ലാത്തിനും കാരണം ഞാനാണെന്നൊക്കെ പറഞ്ഞിട്ട് മിത്ര സ്വയം പഴിചാരിയാണ് കേട്ടോ. അപ്പോൾ ആര്യം പറയുന്നുണ്ട് കേട്ടോ, മിത്രയെ ഞാനൊരു കാര്യം പറയട്ടെ, ഇതാണ് ദേവമംഗലം, ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കുകയുള്ളൂ. ഓരോ കാലത്തും അച്ഛൻ ഓരോ നിയമങ്ങൾ കൊണ്ടുവരും. അതൊക്കെ അനുസരിച്ച് അടിമകളെ പോലെ ഇവിടെ ജീവിക്കാൻ പറ്റുന്നവർക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുള്ളൂ. ഇത്രയും കാലം ഞങ്ങളൊക്കെ ഇങ്ങനെ തന്നെ ഇവിടെ ജീവിച്ചിരുന്നത് എന്ന് പറയാനുണ്ട് മിത്രോട്. പിന്നെ ആര്യം പറയുന്നുണ്ട് കേട്ടോ, ഇവിടെ അച്ഛൻ വരച്ചൊരു വരയുണ്ട്, ആ വര അനുസരിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ആ വരയ്ക്ക് അപ്പുറം ഒരാൾ പോയി കഴിഞ്ഞാൽ അതിവിടെ വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കുന്നത് എന്നോട് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്. ഈ വീട്ടിൽ അച്ഛൻ്റെ തീരുമാനങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് എന്നോട് ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞിട്ടില്ലേ. അത് തെറ്റിച്ചപ്പോൾ ഉണ്ടായൊരു പ്രശ്നം, അതിനെ അങ്ങനെ കണക്കാക്കിയാൽ മതി. നീ എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് നീ ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്തു കൂട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ എനിക്കൊരു കുഴപ്പമില്ല മിത്ര. ഞാൻ ആദ്യം ചെറുപ്പം തൊട്ടേ നമ്മുടെ കടയിൽ ജോലിക്ക് പോയിരുന്നു. ഇപ്പോൾ അത് മാറ്റി ഫുഡ് ഡെലിവറിക്ക് പോകുന്നു. എന്തായാലും ഞാൻ ജോലി ചെയ്യുന്നുണ്ടല്ലോ, അതിനേക്കാൾ എളുപ്പം ഇതാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അല്ലാതെ ഇതൊരു ബുദ്ധിമുട്ടോ കഷ്ടപ്പാടായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. നീ എന്നെ സഹായിക്കാനാണ് ഇതൊക്കെ ചെയ്യുന്നത്. നീ ചെയ്യേണ്ടത് നന്നായി പഠിക്കാൻ മാത്രമാണ്. മീനാക്ഷി ചേച്ചീനെ പോലെ നല്ലൊരു സർക്കാർ ജോലി പഠിച്ചു കഴിഞ്ഞാൽ നിന്നെ എല്ലാവരും ഇവിടെ അംഗീകരിക്കും. നീ എനിക്ക് വേണ്ടി ഇങ്ങനെ ഓരോന്ന് ചെയ്തിട്ട് നിനക്ക് ഇവിടെയുള്ള നല്ല പേരും കൂടി ഇല്ലാതാക്കണ്ട, മനസ്സിലായോ? നന്നായി പഠിക്കാൻ നോക്ക്. ഞാൻ വേണമെന്ന് എല്ലാ ദിവസവും ഒരു 5-6 വട്ടം നിന്നോട് വന്ന് പറയാം, എനിക്കൊരു കുഴപ്പമില്ല, ബുദ്ധിമുട്ടില്ല എന്ന്. അങ്ങനെ മതിയൊഴിക്കുകയാണ് ആര്യൻ. നീ ഇനി അതൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ട, വെറുതെ ഇങ്ങനെ ഓരോന്ന് ചെയ്ത് കൂട്ടണ്ട. ഇനി ബാക്കിയുള്ളവരെയും കൂടി നമ്മൾ കാരണം ചീത്തയേൽപ്പിക്കാനുള്ള അവസരം ഉണ്ടാക്കണ്ട. നീ നന്നായി പഠിക്കുക, അത് മാത്രം ആലോചിച്ചാൽ മതി. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ആര്യൻ റൂമിൽ നിന്ന് ഇറങ്ങി പോവാൻ കേട്ടോ. പിന്നെ കാണിക്കുന്നത് ഗോമതി കിച്ചണിൽ എന്തൊക്കെയോ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ദേഷ്യം വന്നിട്ട് മീനും മിത്രയും കൂടി വരുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. വന്നിടയ്ക്ക് മിത്ര, അപ്പച്ചി ഞങ്ങൾ ഹോം ട്യൂഷൻ എടുക്കുന്ന കാര്യം അച്ഛൻ എങ്ങനെ അറിഞ്ഞെന്ന് അങ്കിൾ എങ്ങനെ അറിഞ്ഞെന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ ഗോമതി പറഞ്ഞു, അച്ഛൻ ഗണിച്ചായിരുന്നു, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഇതൊന്നും വേണ്ടാന്ന്. ആദ്യം ട്യൂഷൻ എടുക്കുന്ന കാര്യം അറിഞ്ഞപ്പോൾ പ്രശ്നമുണ്ടായി, പിന്നെ ഞാൻ പറഞ്ഞു ഇതൊന്നും വേണ്ട, ഇത് ഇതോടെ നിർത്തിക്കോന്ന്. അപ്പോൾ പറഞ്ഞു അത് വീട്ടിൽ പോയി എടുക്കുകയല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ലാന്ന്. ഇപ്പം എന്തായി? നന്നായി, എല്ലാം അനുഭവിച്ചു. ഇനി അപ്പച്ചി കുപ്പച്ചി വിളിച്ച് എൻ്റെ അടുത്തേക്ക് വരണ്ടാന്ന് പറയാൻ കേട്ടോ. അപ്പോൾ മീന് പറഞ്ഞു, അതിന്
സമയം പോലെ നോക്കിയിട്ട് പറഞ്ഞ് സമ്മതിപ്പിക്കാമെന്ന് അമ്മ തന്നെയല്ലേ പറഞ്ഞത്. ഞാൻ പറയണതോ പറയാതിരിക്കുന്നതോ നിങ്ങൾ കണക്കാക്കണ്ട. അങ്ങനെ ഒരു സാഹചര്യം കിട്ടിയില്ല, അതുകൊണ്ട് പറഞ്ഞില്ല. എന്നാലും ട്യൂഷൻ എടുക്കുന്ന ആൾ പറഞ്ഞു എന്ന് ചോദിക്കുകയാണ് ഗോമതി. അപ്പം മിത്ര കരയാൻ തുടങ്ങിയിട്ടോ. അപ്പോൾ മീനു പറയുന്നുണ്ട്, മിത്ര ഇനി കരയണ്ട, അമ്മോട് പറഞ്ഞാൽ കുറച്ച് ആശ്വാസം കിട്ടിച്ചിട്ട് അമ്മയുടെ അടുത്തേക്ക് വന്നത്. ഇതിപ്പോൾ അച്ഛനേക്കാളും കൂടുതൽ വഴക്ക് പറയുന്നത് അമ്മയാണല്ലോ പറയാണ്. അപ്പോൾ ഗോമതി പറഞ്ഞു, ഞാൻ നിങ്ങളെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതൊന്നുമല്ല, ഞാൻ എൻ്റെ വിഷമം പറഞ്ഞതാണ്, ഞാനിതൊക്കെ ആരോടാ പറയുക അറിയാണ്. അപ്പോഴേക്കും അവിടേക്ക് ദേവി വരുന്നുണ്ട്. ദേവീനെ കണ്ടതും ഗോമതി പറയുന്നുണ്ട്, ആ അതാ വരുന്നുണ്ട് എന്ന് പറയാൻ കേട്ടോ. ദേവി വന്നിട്ട് മിത്രയെന്ന് പറയുമ്പോഴേക്കും മിത്ര അവിടെ നിന്ന് പോകാൻ നിൽക്കട്ടെ. അപ്പം മിത്രയുടെ കൈ പിടിച്ചിട്ട് പറയും, മിത്രയ്ക്ക് വിഷമമായോ എന്ന് നോക്കിയാണ്. അപ്പം മീനാക്ഷി പറയും, എന്തിനു വിഷമം, മാസം മാസം ഒരു വരുമാനം കിട്ടുമെന്ന് എത്തിച്ചില്ലേ, അതുകൊണ്ട് അവൾക്ക് സന്തോഷം, കണ്ടില്ലേ ചിരിക്കുന്നത് എന്ന് പറയുകയാണ്. അപ്പോൾ ദേവിക്ക് എന്താ പോലെ കിട്ടും. അപ്പം മീനാക്ഷി പറയുന്നുണ്ട്, എന്തായാലും സംസ്കാരമില്ലാത്ത ആരാണ് അച്ഛനോട് പോയി പറഞ്ഞത് എന്നൊക്കെ പറയും. അവിടെ ഇങ്ങനെ കുത്തി കുത്തി പറയുമ്പോൾ അവൾക്കത് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ മിത്ര പറയുന്നുണ്ട്, എന്തായാലും ഞാൻ ഇതിന് പകരം ചോദിക്കുന്നു പറയാണ്. അപ്പോൾ ദേവി പറയുന്നുണ്ട്, എന്തായാലും ബാലച്ചനോട് പറഞ്ഞിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത്ര പ്രശ്നം ഉണ്ടാവുമായിരുന്നില്ല എന്ന് പറയാം കേട്ടോ. പറയോ പറയാണ്ടിരിക്കുമോ, അത് എൻ്റെ ഇഷ്ടമാണ്. ചേച്ചി ദേവിയെടുത്ത് അതിൽ ഇടപെടേണ്ട ആവശ്യമില്ല, ദേവിയെടുത്തിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് മിത്ര ചൂടാവുകയാണ് കേട്ടോ. ഇതും ദേവിയെടുത്തി തന്നെയാണ് അച്ഛനോട് പറഞ്ഞിട്ടുണ്ടാവുക, എനിക്ക് നല്ല ഉറപ്പാണ്. അന്നും ട്യൂഷൻ്റെ കാര്യം പറഞ്ഞത് ദേവിയെടുത്തിയാണ്, ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഇന്നും ഇത് അങ്കിളിനോട് പറഞ്ഞത് ദേവിയെടുത്ത് തന്നെയാണെന്ന് പറയാൻ കേട്ടോ. മീനാക്ഷി പറയുന്നുണ്ട്, ഇതും ദേവിയെടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടാവാനാണ് സാധ്യത എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ദേവി ഇതൊക്കെ കേട്ടിട്ട് കരഞ്ഞിട്ട് പോവാൻ കേട്ടോ. അപ്പോൾ ഗോമതി പറയണം, അത് അവൾ കരഞ്ഞിട്ട് പോകണം, ഇനിയിപ്പോൾ അടുത്ത പ്രശ്നം ഉണ്ടാവും എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ മീനാക്ഷി പറയട്ടെ, ബഹളാവട്ടെ അമ്മേ, എല്ലാം പ്രശ്നമാവട്ടെ, എന്നാലും എനിക്കെല്ലാം വിളിച്ച് പറയാൻ പറ്റുള്ളൂ എന്ന് പറയാൻ കേട്ടോ. പിന്നെ കാണിക്കുന്നത് ശ്രീദേവി ഫോൺ വിളിച്ചിട്ട് അവളുടെ അമ്മയോട് കാര്യങ്ങൾ പറയാനുണ്ട്. വിളിച്ച് പാടെ അമ്മയെന്ന് പറയുമ്പോൾ അവിടുന്ന് പറയുന്നുണ്ട്, എന്താ മോളെ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ കാരണം ഇവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നതെന്ന് പറയാൻ കേട്ടോ. എന്നിട്ട് ഇങ്ങനെ പറയും, മിത്ര വീണ്ടും ട്യൂഷൻ എടുക്കാൻ തുടങ്ങിയെന്ന് പറയുമ്പോൾ, അതൊക്കെ നീ മുന്നേ മുടക്കിയതല്ലേ പറയാം. അതല്ല, മീനാക്ഷിക്ക് പരിചയമുള്ള കുറച്ച് ആൾക്കാരുടെ വീട്ടിൽ പോയിട്ട് ഹോം ട്യൂഷൻ എടുക്കാൻ തുടങ്ങി. ഞാനാണെന്ന് വെച്ചാൽ അത് അറിയാണ്ട് ബാലച്ചനോട് പറയുകയും ചെയ്തു. ഇപ്പം അത് വലിയ പ്രശ്നമായിരിക്കുകയാണെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ അവർ പറയുന്നുണ്ട്, അമ്മ പറയുന്നുണ്ട്, അതിന് നീ എന്തിനു വിഷമിക്കുന്നത്, നല്ല കാര്യമല്ലേ, നിനക്ക് അവിടെ ആകെ സപ്പോർട്ട് ചെയ്യുന്നത് ബാലച്ചൻ മാത്രമാണ്. അപ്പോൾ ആളുടെ നിന്ന് കുറച്ച് സിമ്പതി പിടിച്ചെടുക്കുക എന്നുള്ളത്, ആളുടെ വിശ്വാസം സിമ്പതിയും പിടിച്ചെടുക്കുക എന്നുള്ളത് നിൻ്റെ വലിയ കാര്യം. അതിന് ഇതൊന്നും പറഞ്ഞുകൊണ്ട് ഒരു പ്രശ്നമില്ല എന്ന് പറയാൻ കേട്ടോ. മറ്റേത് അവിടുത്തെ പെണ്ണുങ്ങളൊക്കെ ഒരു കെട്ടാ, നീ മാത്രമേ പുറത്ത് എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ കുഴപ്പമില്ല അല്ലേന്ന് ശ്രീദേവി ചോദിക്കുമ്പോൾ, ഒരു കുഴപ്പമില്ല, നീ പറഞ്ഞത് നന്നായി ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കാൻ കേട്ടോ. അപ്പോഴാണ് അവിടേക്ക് മിത്രയും മീനാക്ഷിയും വരുന്നത്. മിത്ര വന്നിട്ട് ചോദിക്കുന്നുണ്ട്, മിത്ര വന്നപ്പോൾ ശ്രീദേവി ശരി അമ്മയായിട്ട് വേഗം ഫോൺ കട്ട് ചെയ്തു കേട്ടോ. എന്നിട്ട് മിത്ര ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഫ്രീ ആണോ ചോദിക്കുകയാണ്. അപ്പോൾ ശ്രീദേവി ചോദിക്കുന്നുണ്ട്, അതെന്താ അങ്ങനെ ചോദിക്കുകയാണ്. എന്നിട്ട് മിത്ര പറയുന്നുണ്ട്, എനിക്ക് വളച്ചിട്ടില്ലാത്ത കാര്യം പറയാം, ഒരാളുടെ പേഴ്സണൽ കാര്യത്തിൽ ഇടപെടാൻ എനിക്കിഷ്ടമല്ല, അതുകൊണ്ട് ചോദിക്കുകയാണ്. ഹോം ട്യൂഷൻ്റെ കാര്യം ബാലച്ചൻ എങ്ങനെ അറിഞ്ഞത്, അങ്കിൾ എങ്ങനെ അറിഞ്ഞത് ചോദിക്കുകയാണ്. അപ്പോൾ എനിക്കറിയില്ല, അത് അങ്കിളിനോട് ബാലച്ചനോട് പോയി ചോദിക്കുന്നത് ശ്രീദേവി പറഞ്ഞു. ശ്രീദേവിച്ച് വെറുതെ കളിക്കണ്ട, നിങ്ങളാണ് ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും അങ്കിളിനോട് പോയി കൊളത്തി കൊടുക്കുന്നത്, അപ്പോൾ ഇത് നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ടാവുക ചോദിച്ചപ്പോൾ, ഹോം ട്യൂഷൻ്റെ കാര്യം ഞാൻ തന്നെ പറഞ്ഞത്, അറിയാണ്ട് പറഞ്ഞു പോയതാണെന്ന് പറയുകയാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ അമ്പലത്തിൽ പോയി വരുമ്പോൾ ബാലച്ചനെ കണ്ടിരുന്നേ. അപ്പോൾ ഓരോന്ന് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ബാലച്ചൻ ചോദിച്ചു, മോൾക്കൊരു ജോലിക്ക് ശ്രമിച്ചുകൂടെയെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, വീട്ടിലെല്ലാവരും ജോലിക്ക് പോകുമ്പോൾ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നടക്കുകയെന്ന്. അപ്പം മിത്ര എന്ത് ജോലിക്കാണ് പോകണമെന്ന് പറഞ്ഞപ്പോൾ, അങ്ങനെ വായെന്ന് അറിയാതെ വന്നു പോയതാണ്, അത് ഇത്രയും വലിയ പ്രശ്നമാവുമെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല, അങ്ങനെ വിചാരിച്ചിട്ടൊന്നുമില്ല ഞാൻ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞപ്പോൾ മീനാക്ഷി പറഞ്ഞു, വെറുതെ അഭിനയിക്കല്ലേ ശ്രീദേവിച്ചി, ഇതൊക്കെ നിങ്ങൾ കരുതിക്കൂട്ടി ചെയ്തു തന്നെയാണ് എന്നൊക്കെ പറയട്ടെ. വീട്ടിൽ നല്ല ദേഷ്യം വന്നിട്ടുണ്ട് കേട്ടോ. ദേവിച്ചി എന്തിനാ എല്ലാവരുടെ കാര്യത്തിൽ ഇങ്ങനെ ഇടപെടും, ദേവിച്ചിയുടെ കാര്യത്തിൽ മാത്രം ഇടപെട്ടാൽ മതി പറയാൻ കേട്ടോ. ദേവിച്ചിയുടെ ഭർത്താവ്, അമ്മ, അച്ഛൻ, അവരുടെ കാര്യത്തിൽ മാത്രം, അതാരോട് സംസാരിക്കേണ്ടെന്നല്ല, സംസാരിച്ചോളൂ, പക്ഷെ ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാനോ തലയിടാനോ വരണ്ട. അപ്പോൾ ദേവി ചോദിക്കുന്നുണ്ട്, ബാലച്ചനോട് നിങ്ങൾ പറയാണ്ട് ട്യൂഷൻ എടുക്കുന്നത് തെറ്റല്ലേ. അപ്പം മിത്ര പറയുന്നു, ഞങ്ങൾ പറയുമായിരുന്നു, ഞങ്ങൾക്കൊരു സന്ദർഭം കിട്ടി ഞങ്ങൾ പറയായിരുന്നു, എന്താ ഇവിടെ പറയണമെന്ന് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം, ഞങ്ങൾ പറയുന്ന മുന്നേ ദേവീച്ചി പറയുന്നതാണ് എല്ലാത്തും പ്രശ്നമാവുന്നത്, ഇനിയും ദേവീച്ചിക്ക് അത് മനസ്സിലാവുന്നില്ല. അപ്പം മീനു പറയുന്നുണ്ട് കേട്ടോ,
മിത്ര ഭയങ്കര വിഷമത്തിലാണ്, അത് ഭയങ്കര കഷ്ടപ്പാടിലാണ്. ആര്യൻ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ടിട്ട് ചിലവുകൾ നോക്കുന്നത്. അപ്പം മിത്രയ്ക്ക് എന്തെങ്കിലും ജോലിക്ക് പോകണമെന്നുണ്ട്. പക്ഷെ അതിന് അപ്പം നമ്മൾ സ്നേഹമുള്ള ഏടത്തിമാരാകുമ്പോൾ അവളെ സഹായിക്കുകയല്ലേ വേണ്ടത്, അല്ലാതെ ഇങ്ങനെ ഒറ്റ കൊടുക്കുകയല്ല ചെയ്യേണ്ടത്. ദേവേശിക്കൊന്നും ഏടത്തിക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ചെയ്യണ്ട, ഇങ്ങനെ ഒറ്റ കൊടുക്കാതെങ്കിലും ഇരുന്നൂടെ. ഇത് 1-2 പ്രാവശ്യമല്ല, ഇതിപ്പോൾ എത്രാമത്തെ പ്രാവശ്യമാണ് മിത്ര പറയുന്നത്. ഇത് നിങ്ങൾക്കുള്ള സെക്കൻഡ് ആൻഡ് ലാസ്റ്റ് വാർണിംഗ് ആണ്. ഇനി എൻ്റെ ലൈഫിൽ ഇടപെട്ട ഇതേപോലെ ഒന്നും ആവില്ല ഞാൻ പ്രതികരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് രണ്ടുപേരും കയറിപ്പോവാൻ കേട്ടോ. അപ്പം ശ്രീദേവി അങ്ങനെ വാതിലിൽ പിടിച്ചിട്ട് കരയുന്ന സീന കാണിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ഗോമതി സ്റ്റോഴ്സാണ്. ഗോമതി സ്റ്റോഴ്സിൽ ആകാശ് കയറി വരുമ്പോൾ ബാലൻ ചോദിക്കുന്നുണ്ട് കണക്കൊക്കെ ശരിയായോ എന്ന് നോക്കുമ്പോൾ ഞാൻ ആരുടെ ഡെലിവറിക്ക് പോകണമെന്ന് ചോദിക്കുമ്പോൾ ആകാശ് പറയാം ഞാൻ പോവാമെന്ന് പറയാണ്. അപ്പോൾ അവൻ്റെ മാമൻ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്, അമ്മയുടെ അനിയൻ അപ്പുറത്ത് നിൽക്കുമ്പോൾ അപ്പോൾ ഇവൻ പോവില്ലേ എന്ന് ചോദിക്കുകയാണ് ബാലൻ. എപ്പോഴും ഈ ഫാൻ എപ്പോഴും ഇങ്ങനെ ഫാൻ്റെ വീട്ടിലിരുന്നാൽ പോയെന്ന്. അപ്പോൾ ആൾ പറയുന്നുണ്ട് കേട്ടോ, അതിന് അളിയൻ പറഞ്ഞാൽ ഞാൻ പോകും, ഇതിപ്പോൾ ആരാ പോകുമെന്ന് ചോദിച്ചുകൊണ്ടല്ലേ ആകാശ് പോവാന്ന് പറഞ്ഞത്, അല്ലാതെ ഇത് സെൻട്രലൈസ്ഡ് AC ഒന്നും അല്ലല്ലോ എപ്പോൾ ഇതിൻ്റെ ഉള്ളിലിരിക്കുക, ഈ ഫാൻ്റെ വീട്ടിലിരുന്ന് പുഴുക ഇതിൻ്റെ ഉള്ളിൽ പറയാണ്. പിന്നെ ഞാനിതിൻ്റെ ഉള്ളിൽ പണിയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ബാലിന് ദേഷ്യമുണ്ട്. ഒന്നെങ്കിൽ ഇവിടെ വന്നാലും സൂര്യല്ല, വീട്ടിൽ പോയാലും സൂര്യല്ല, വീട്ടിലോരോ പ്രശ്നങ്ങൾ, അത് കഴിഞ്ഞ് ഇവിടെ വരുമ്പോൾ ഇവിടെ ഓരോ പ്രശ്നങ്ങൾ. അപ്പോൾ കൂടുതൽ കടയിൽ നിൽക്കുന്ന ആൾ ചോദിക്കുന്നുണ്ട് എന്താ പ്രശ്നം, വീട്ടിലെന്താ പ്രശ്നം ചോദിക്കുമ്പോൾ ഒരാൾക്ക് വീട്ടിലൊരു കുറവില്ല, എന്നിട്ട് ഒരാൾക്ക് ഒളിച്ചും പാത്തും ട്യൂഷൻ എടുക്കണത്രേ, അത് വീടോട് തെണ്ടിയിട്ട് എന്ന് പറയാനായിട്ട്. അതിന് കൂട്ടു നിൽക്കുന്നതോ ഇവൻ്റെ കെട്ടിയോള് തന്നെ ആകാശിനെ കാണിക്കുകയാണ്. അപ്പോൾ ആകാശിന് ദേഷ്യം എന്നിട്ട് ആകാശ് പറയും എന്തൊക്കെയായാലും മീനുവിനെ പറഞ്ഞത് കുറച്ച് കൂടി പോയി അച്ഛൻ, എന്തൊക്കെയായാലും അച്ഛൻ മീനുവിനെ പറഞ്ഞത് കുറച്ച് കൂടി പോയിട്ടു എന്ന് പറയാൻ കേട്ടോ. ദേഷ്യത്തിലാണ് ആകാശ് അത് പറയുന്നത്. ഇത് കേട്ടതും എല്ലാവരും ഞെട്ടി കേട്ടോ. ബാലനാണെന്ന് വെച്ചാൽ ദേഷ്യം വന്ന് നിൽക്കുന്ന ആ ബാലൻ്റെ മുഖം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്